ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മാതാമൃതാനന്ദമയി മഠത്തിന്റെ യുവജന സംഘടനയായ ആയുധിന്റെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്ത് പരിപാടി സംഘടിപ്പിച്ചത്. വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ചാണ് കവടിയാർ വിവേകാനന്ദ പാർക്കിൽ മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന സംഘടനയായ ആയുധ് യുവജാഗൃതി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് മുഖ്യാതിഥിയായി. നമുക്ക് ചുറ്റും ഏതെങ്കിലും രീതിയിൽ ഡ്രഗ് അബ്യൂസിന് വിക്ടിമാകുന്ന വ്യക്തികളുണ്ടെങ്കിൽ, ഡ്രഗ് പെഡലേഴ്സ് ഉണ്ടെങ്കിൽ, ഡ്രഗിൻ്റെ സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പോലീസിനെ, ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിനെ, എക്സൈസ് അടക്കമുള്ള ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിനെ അറിയിക്കുക എന്നുള്ള പരമപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഡ്രഗിൽ ഓൾറെഡി അഡിക്റ്റ് ആയിട്ടുള്ളവർക്ക് തിരിച്ചു വരാനുള്ള സപ്പോർട്ട് സംവിധാനം കൊടുക്കുക എന്നുള്ളത്. മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തി. ലഹരിയിൽ നിന്നും യുവാക്കളെ പിന്തിരിപ്പിക്കാനുള്ള ഏകമാർഗം അവരെ അമ്മയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണെന്ന് സ്വാമി പറഞ്ഞു. ഏത് ഡ്രഗിനേക്കാളും കൂടുതൽ ആവശ്യമുള്ളത് സ്നേഹമാണ്. നിർവിശേഷമായ സ്നേഹം, ഒരു സ്വാർത്ഥതയില്ലാത്ത സ്നേഹം, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം. അത് അമ്മയിൽ നിന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് ഏറ്റവും ലഹരിക്കുള്ള ഏറ്റവും നല്ലൊരു ആൻറ്റിഡോട്ട് എന്ന് പറയാനുള്ളത് അമ്മയുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി അംഗങ്ങൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. സാമൂഹ്യ വിപത്താണ് ലഹരി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുവെന്നും ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ലെന്നും യാതൊരു തരത്തിലും അവയുടെ ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും ഞാൻ ഈശ്വരനാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്ത മാസം 8, 9 തീയതികളിലായി നടക്കുന്ന സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിന്റെ ഔദ്യോഗിക പോസ്റ്റർ പ്രകാശനവും ചടങ്ങിൽ നിർവഹിച്ചു. ബോധവൽക്കരണ പരിപാടിയുടെ മുന്നോടിയായി കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി സ്വാമി ശിവാമൃതാനന്ദപുരി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡോക്ടർ അനീഷ് നായർ, സജികുമാർ, TR ബൈജു, അയ്യുധംഗങ്ങളായ സന്മയ, ലക്ഷ്മി, കൃഷ്ണനന്ദ, രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.